ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോർമംഗലയിലുള്ള കപ്പ ചക്ക കാന്താരി എന്ന് പറയുന്ന ഫേമസ് കേരള റെസ്റ്റോറൻറ്റിലാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇത് ബാംഗ്ലൂരിലും ചെന്നൈയിലുമാണുള്ളത്. അപ്പോൾ അവിടുത്തെ മെനു തന്നെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് എന്ന് പറയാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് ഒത്തൻറ്റിക് ആയിട്ടുള്ള കേരള ഫുഡ്, എനിക്ക് തോന്നുന്നു നോർത്ത് കേരള തൊട്ട് സൗത്ത് കേരള വരെ മൊത്തമായിട്ടുള്ള എല്ലാ മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസും എടുത്തിട്ടാണ് അവർ ഈ ഒരു മെനു ചെയ്തിരിക്കുക. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നന്നാരി സർബത്തും മിൻറ്റ് ലൈമുമാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് പോയത്. നന്നാരി സർബത്ത് ആസ് യൂഷ്വൽ നല്ല ഒരു സർബത്തായിരുന്നു, നല്ലൊരു റിഫ്രഷിങ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് രാജയോഗി എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വന്ന സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ. അതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ 3 ഫുഡ് ഐറ്റംസുമാണ് സ്റ്റാർട്ടേഴ്സായിട്ട് വന്നത്. അപ്പോൾ കൊറിയാൻഡർ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ സിമ്പിൾ മസാല, ജസ്റ്റ് കൊറിയാൻഡറും ചിക്കനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അധികം മസാലയുടെ ഓവർ പവറിങ് ടേസ്റ്റ് ഒന്നുമില്ല. ആ ചിക്കൻ്റെ ടേസ്റ്റ് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രോൺ സംഭവം വൺ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോണിൻ്റെ ഇവിടുത്തെ ഒരു മെയിനായിട്ട് തോന്നിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഗ്രീഡിയൻറ്റ്, ഇപ്പോൾ പ്രോൺ ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, ആ ഒരു ബേസിക് ഇൻഗ്രീഡിയൻറ്റ്, ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായിട്ടുള്ള ആ പ്രോട്ടീൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത്. ആ ഒരു മട്ടനും ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, ഇത് മതിയാവുമോ? പക്ഷേ ഇനഫ് ഈസ് ഇനഫ്, ലിറ്റിൽ ഈസ് ഇനഫ്. നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുമ്പോൾ ലിറ്റിലാണെങ്കിലും നല്ല. പിന്നെ ഈ മലബാർ മ്യൂസിങ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് എൻ്റെ ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിൽ വന്നത് അയക്കൂറ, നല്ല തവ ഫ്രൈ ചെയ്തത്, നല്ല അയക്കൂറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മീൻമുട്ടയൊക്കെ തിന്നുന്ന ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവറും അതൊക്കെ ആയിട്ട് ആ ഒരു ഫിഷ് ഔട്ട്സ്റ്റാൻഡിംഗ്ലി എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കിടിലനായിരുന്നു ആ ഒരു ഫിഷ് ഫ്രൈ. അപ്പോൾ അതിന് ശേഷം ഞാൻ കഴിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോണാണ് തോന്നുന്നു, പ്രോണ്. അപ്പോൾ ഇത് എൻ്റെ ഇതിൽ വന്നതാണ് സ്റ്റാർട്ടേഴ്സായിട്ട്. കരിമീൻ പൊരിച്ചതും ടൈഗർ പ്രോൺസും. അതിനു മുമ്പ് എൻ്റെ അനിയൻ വാങ്ങിച്ച ഇതിൽ കല്ലുമക്കായും കൂടി ഉണ്ടായിരുന്നു. ഈ കല്ലുമക്കായി മാത്രമാണ് എനിക്ക് അവിടെ ഉള്ളതിൽ ഭയങ്കരമായിട്ട് തോന്നാത്തൊരു ഡിഷ്. കാരണം ഞാൻ മലബാറുകാരനായതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപാട് നല്ല കല്ലുമക്കായി കിട്ടി കഴിച്ചത് കൊണ്ട് എന്തൊക്കെയാണെങ്കിലും ബാംഗ്ലൂരൊക്കെ വരുന്ന കല്ലുമക്കായി ഞാൻ എപ്പോഴൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റിങ് ഇതായിരുന്നു. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല അർത്ഥം, പക്ഷേ ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് അത്രയും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ലെവലിൽ ഈ ഒരു കല്ലുമക്കായ്ക്ക് പേഴ്സണലി എനിക്ക് എത്തിയതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് പ്രോണിൻ്റെ വേറൊരു ഡിഷായിരുന്നു, അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രോണൊക്കെ നല്ലൊരു മീഡിയം ഓർ കൈൻഡ് ഓഫ് ലാർജ് സൈസിനെ നമുക്ക് പറയാം. ആ ഒരു നല്ലൊരു സൈസ് വരുന്ന ഒരു 3-4 പ്രോണാണ് ഒരു ഇതിൽ സ്റ്റാർട്ടറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മലബാർ മ്യൂസിങ്സിൽ വന്നിട്ടുണ്ടായിരുന്ന വേറൊരു സംഭവമാണ് ചിക്കൻ ഫ്രൈ. പ്രോപ്പർ ചിക്കൻ ഫ്രൈ, ബോൺലെസ് പീസസ് ആണ്. നല്ല വീട്ടിലൊക്കെ നമ്മൾ നാടൻ മസാലകളൊക്കെ തേച്ച് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കരിമീൻ ഫ്രൈ. ഇതിന് നല്ല വെളിച്ചെണ്ണയുടെ നല്ലൊരു ഫ്ലേവർ, നല്ല ഒത്തൻറ്റിക് വീട്ടിലൊക്കെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ല, ആ ഒരു കൈൻഡ് ഓഫ് വെളിച്ചെണ്ണയുടെ ഒരു മണവും ടേസ്റ്റും എനിക്കൊരു ഫിഷ് ഫ്രൈയിൽ കിട്ടുന്നത്. ഒരുപാട് കാലമായി കരിമീൻ കഴിച്ചിട്ട്. ഇപ്പോൾ എത്രയോ നാൾക്ക് ശേഷം കരിമീൻ കഴിക്കുന്നത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു ഫിഷാണ് കരിമീൻ. കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു ഫിഷാണ്. അപ്പോൾ ആ ഫിഷ് ഇതിലിങ്ങനെ എടുത്ത് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഇതുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും പോവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലത്തിൽ ഇതുവരെ ഈ വീഡിയോസ് ചെയ്തതിലും പോയതിലൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ്, ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന്. അതുപോലെ തന്നെ ഈ ഒരു ടൈഗർ പ്രോൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മീൻ മുട്ടയുടെ ടേസ്റ്റും നല്ലൊരു പ്രോണിൻ്റെ ടേസ്റ്റും കൂടി കൈൻഡ് ഓഫ് മിക്സ്ഡ് ആയിട്ടാണ് ഇതിൽ എനിക്ക് കിട്ടിയത്. എന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് മെയിൻ കോഴ്സിൽ വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. നെയ്പ്പത്തലുണ്ടായിരുന്നു, പിന്നെ ഡ്രം സ്റ്റിക്ക്, മുരിങ്ങാക്കോലിട്ട മീൻകറി, ഗീ റൈസ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ വന്നത് ഞാൻ ആദ്യം കഴിച്ചത് വെള്ളാപ്പവും മട്ടൺ സ്റ്റൂ ആണ് കഴിച്ചത്. മട്ടൺ സ്റ്റൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റൂ ആണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്റ്റൂ. ക്രീം, അണ്ടിപ്പരിപ്പ്, ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റൂ. ഇവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റമും ആ ഒരു ലൈറ്റ്നെസ് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതായത് മെയിൻ കോഴ്സിലൊന്നും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കുത്തി നിറക്കുന്നില്ല. അതുപോലെ പൊറാട്ട പോലെയുള്ള സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പൊറാട്ടയും ബീഫും ഇല്ല എന്നാണ് തോന്നുന്നത്, മട്ടനാണുള്ളത്. അപ്പോൾ ഈ ഒരു മട്ടൺ സ്റ്റൂ ഇതും കഴിക്കാൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയന് കിട്ടിയിട്ടുണ്ടായിരുന്നത് നെയ്പ്പത്തലും
മട്ടനും ഉരുളക്കിഴങ്ങും ഇട്ട കറിയാണ്. അതൊരു കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അത് ഞാനും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മെയിൻ കോഴ്സിൽ വരുന്ന ഐറ്റംസൊക്കെ അൺലിമിറ്റഡ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കാം. ഞാൻ ഒരു രണ്ടാമത്തെ സെറ്റും കൂടി കഴിച്ചിട്ടുണ്ട്. അതുപോലെ രാമശ്ശേരി ഇഡ്ഡലി, ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് കേട്ടിരിക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ പാലക്കാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി ഞാൻ നമ്മുടെ ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി കൂട്ടിയിട്ടാണ് രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചത്. സൂപ്പർ കോമ്പിനേഷനായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് മെയിൻ കോഴ്സിലുള്ള ഐറ്റംസ് വീണ്ടും വീണ്ടും പറയാം. അതുകൊണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടിക്കോളും. അപ്പോൾ അതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും നമുക്കില്ല. അതിനുശേഷം ഞാൻ കഴിക്കാത്തൊരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗീ റൈസ് അല്ല, വേറൊരു സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു സാധനമായിരുന്നു. പിടി എന്ന് പറയും. പിടിയും പിന്നെ അതിൻ്റെ കൂടി വന്ന ചിക്കൻ്റെ ഒരു കൈൻഡ് ഓഫ് കറി. ആ കറി നല്ല ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിടി നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു അത്. ഓവറോൾ ആഫ്റ്റർ ഇതെല്ലാം കഴിച്ചിട്ട് പായസത്തിന് നമുക്ക് 2 ഓപ്ഷൻ. അപ്പോൾ ഓർഡർ ചെയ്ത് പാലട പായസം, നല്ല കിഡിലിനായിരുന്നു. ഓണമൊക്കെ അല്ലേ, ഒരു പാലട കഴിക്കാമെന്ന് വിചാരിച്ചു. പാലട പായസം നല്ല അടിപൊളി തിക്ക് പാലട. അതിലും എന്നെ ഞെട്ടിച്ച് കഴിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ പുഡിങ്ങിൻ്റെ ഒന്നും വലിയ ഫാനല്ല. ഞാൻ മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷേ ഇവിടുന്ന് കഴിച്ച പുഡിങ് ഞാൻ ജീവിതത്തിൽ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പുഡിങ്ങാണെന്ന് പറയും. ക്ലൗഡ് പുഡിങ്, ഇളനീരിൻ്റെ സംഭവമാണ് തോന്നുന്നു. കിട്ടിലൻ ഇളനീരൊക്കെ അരച്ച് കലക്കി നല്ല കിടിലിനായിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരുന്നു. ഓവറോൾ അത്രയും ഭയങ്കര എക്സ്പീരിയൻസ്, കിടിലൻ എക്സ്പീരിയൻസ്. മസ്റ്റ് വിസിറ്റ് ആയിട്ട് എല്ലാവരും ഇതുപോലെ ഇത്രയും ഫുഡ് ഐറ്റംസ്, വെറൈറ്റി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ വെൽക്കം വിത്ത് അനദർ